ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്കിന്ന് രണ്ട് മൂട് ചീനി കിട്ടിയിട്ടുണ്ടായിരുന്നേ. കൊട്ടാരക്കരയിലൊക്കെ ഇത് ചീനിയാണ്. ഇങ്ങടൂര് ഇവൻ കപ്പയാണ് കേട്ടോ. ഇതിലൊരുത്തൻ പുഴുങ്ങാനുള്ളവനും ഒരുത്തൻ വേവിക്കാനുള്ളവനുമാണേ. ഇതിൻ്റെ ആദ്യത്തെ മിനുക്കുപണികൾ ചെയ്യുന്നത് കാശിയും കാശിക്കുട്ടൻ്റെ അച്ചാമ്മയും കൂടി ചേർന്നിട്ടാട്ടോ. അങ്ങനെ കപ്പപ്പുഴുക്കിന് ചീനി ചെറിയ കഷ്ണമായിട്ട് വെട്ടിമുറിക്കുന്നുണ്ടേ. എന്നിട്ട് ഇവനെ ചെറിയ കഷ്ണമാക്കി ഇവൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കലത്തിലിടാം. ദാണ്ടേ ഈ ഒരു പരുവത്തിന് ചീനിയൊക്കെ വെട്ടിമുറിച്ച് കഷ്ണമാക്കി ഇട്ടിട്ടുണ്ടേ. ഇനി ഈ ചീനിക്കുട്ടന്മാരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇവന്മാരെ ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാമേ. ചീനിക്കൊപ്പം വെള്ളം ഒഴിച്ച് നമുക്ക് കല അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇത് നല്ല വേവുള്ള ചീനിയാണ് കേട്ടോ. നന്നായിട്ട് തീയരിച്ചു കൊടുക്കാമേ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തിയും സെറ്റാക്കാം. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ടേ. പച്ചമുളകിനേക്കാൾ നല്ലത് കാന്താരിയാണ് കേട്ടോ. കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുന്നുണ്ടേ. ഇനി ഇവന്മാരെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാമേ. നന്നായിട്ട് അരയണ്ട, ഒന്ന് ചതച്ചാൽ മതി. കൂടെ ഇത്തിരി ഉപ്പും കൂടി ഇടാൻ മറക്കല്ലേ. ഈ ഒരു പരുവത്തിന് ഇവന്മാരെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചു വെച്ച ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഈ ചമ്മന്തിയിലേക്ക് ഇത്തിരി വെള്ളവും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടോ. നമ്മുടെ ചീനിയിൽ തിള വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞ് വീണ്ടും കുറച്ച് ചൂടുവെള്ളവും കൂടി വെച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ചീനിയുടെ ഊറ്റ് പോകാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ചീനിക്ക് കയ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ.